പ്രിയ സുഹൃത്തുക്കളെ, ഞാനിന്ന് വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്ന വിഷയം ഏതൊരു സാധാരണക്കാർക്കും റിട്ടയറായ ആൾക്കാർക്കും അല്ലെ ലേഡീസിന് അവരവരുടെ വീട്ടിൽ തന്നെ തുടങ്ങി ചെറിയ രീതിയിൽ തുടങ്ങി അതിനെ വലിയ ബിസിനസ്സായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിയാണ് സംസാരിക്കാൻ പോകുന്നത്. കാരണം നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാം, ഇന്ന് കേരളത്തിലും ഒക്കെ ഉപയോഗിക്കുന്ന മിക്കവാറും പച്ചക്കറികളുടെയും പഴങ്ങളുടെയൊക്കെ ക്വാളിറ്റി കുറവാണെന്നൊക്കെ നമുക്കെല്ലാവരും തന്നെ പറഞ്ഞും ഇന്ന് അവയർനെസ് ധാരാളമുണ്ട്. ഇന്ന് നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ ദിവസവും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. നമുക്ക് നല്ല ക്വാളിറ്റിയുള്ള വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ തന്നെ നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് തീർച്ചയായിട്ടും പറ്റും. അതിന് വേണ്ടിവരുന്ന എല്ലാ ഗൈഡൻസും സപ്പോർട്ടും ഓർഗാനിക്കായിട്ട് പോയിസൺ ഇല്ലാതെ വളരെ ഹെൽത്തി ആയിട്ട് വളരെ പോഷകസമൃദ്ധമായ പച്ചക്കറികളും പഴങ്ങളും ഒക്കെ നമ്മുടെ നാട്ടിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുകയും അത് ലാഭകരമായിട്ട് തന്നെ കൃഷി നടത്തിക്കൊണ്ട് പോകാനായിട്ട് വേണ്ടി വരുന്ന ഗൈഡൻസും തന്ന് അതിന് വേണ്ടി വരുന്ന ടെക്നോളജി പ്രൊഡക്റ്റും പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കും. അത് ആ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അതായത് നമ്മളുടെ നാട്ടിൽ തന്നെ ഒരു ഫാമേഴ്സ് സർവീസ് സെൻറ്റർ, കൃഷി ചെയ്യാൻ അല്ലെങ്കിൽ കാർഷിക രംഗത്തേക്ക് വരാൻ താല്പര്യപ്പെടുന്നവർ, ഒരു മുൻപരിചയം ഇല്ലാത്ത ഒരാൾ പോലും അവർക്ക് അവരുടെ ഉള്ള സ്ഥലം കൃഷി ചെയ്ത് അത് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യണമെന്നും ലാഭകരമായിട്ട് കൃഷി ചെയ്യണമെന്നും ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും അവർക്ക് വേണ്ടി വരുന്ന ഗൈഡൻസും ടെക്നോളജി പ്രോഡക്റ്റുകളും, കാരണം നാനോ ഫോമിലുള്ള ടെക്നോളജി പ്രോഡക്റ്റുകളും, കാരണം അത് ഇന്ന് കൃഷി നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രോബ്ലം വർദ്ധിച്ച കൂലിച്ചെലവാണ്. കേരളം പോലത്തെ ഒരു സ്ഥലത്ത് കൂലിച്ചെലവ് ഇന്നത്തെ ഒരു കൃഷിക്ക് പലപ്പോഴും താങ്ങാൻ സാധിക്കാത്തത് അതാണ്. അപ്പോൾ വളരെ കൂലിച്ചെലവ് വളരെ കുറച്ച്, അല്ലെങ്കിൽ സ്വന്തമായിട്ട് അധ്വാനിക്കുന്നവരാണെങ്കിൽ മറ്റാരുടെയും സഹായം ഇല്ലാതെ തന്നെ, അല്ല ഡ്രിപ്പ് ഇറിഗേഷൻ പോലത്തെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ സീറോ ലേബർ ചാർജ് തന്നെ ഇല്ലാതെ കൃഷി ചെയ്യുകയും ലാഭത്തിൽ കൃഷി ചെയ്യുകയും അത് സമൂഹത്തിന് ഗുണകരമായിട്ട് നമുക്ക് നിൽക്കാൻ പറ്റുകയും ചെയ്യുന്ന തരത്തിലുള്ള ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിയാണ് ഗ്രീൻ പ്ലാനറ്റ് എന്ന് പറഞ്ഞ കമ്പനിയാണ് അത് പ്രൊവൈഡ് ചെയ്യുന്നത്. ഗ്രീൻ പ്ലാനറ്റിൻ്റെ സ്റ്റോറി പറഞ്ഞാൽ 22 വർഷത്തിൽ കൂടുതലായ കമ്പനിയാണ്. പഞ്ചാബിൽ തുടങ്ങിയൊരു ഒരു കമ്പനി ഇന്ത്യയിലെ മുഴുവൻ സ്റ്റേറ്റുകളും തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. അത് കർഷകരുടെ ഇടയിൽ ഇറങ്ങി പ്രവർത്തിച്ച് അവരെ എഡ്യൂക്കേറ്റ് ചെയ്ത് അവരെ വിഷത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന്, അല്ലെങ്കിൽ കാര്യമായ വിഷപ്രയോഗം ഇല്ലാതെ തന്നെ ലാഭകരമായിട്ട് കൃഷി ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കുകയും അവരെ ട്രെയിൻ ചെയ്യുകയും ചെയ്യുന്ന ഒരു ഓർഗനൈസേഷനാണ് ഇത്. നിങ്ങൾക്ക് പ്രാദേശികമായിട്ട് ചെയ്യാൻ സാധിക്കുമെങ്കിൽ ചെറിയ രീതിയിൽ അവരവരുടെ വീട്ടിൽ നിന്ന് തന്നെ വേണമെങ്കിൽ തുടങ്ങാം. അത് ഘട്ടം ഘട്ടമായിട്ട് അത് വളർത്തി വലുതാക്കി വലിയ ലെവലിലുള്ള ഇൻകം ആക്കി എടുക്കാനായിട്ട് സാധിക്കുന്ന ബിസിനസ് ഓപ്പർച്യൂണിറ്റിയാണ് അത് പ്രൂവണാണ്. കാരണം 22 വർഷത്തിൽ കൂടുതലായ ഒരു കമ്പനിയാണ്. എൻഡ് ടു എൻഡ് സൊല്യൂഷൻ ഉണ്ട്. ആദ്യ അവസാനം ഒരു കൃഷി മണ്ണ് കറക്റ്റ് ചെയ്യുന്നത് മുതൽ മണ്ണ് മെച്ചപ്പെടുത്തുക, വിത്ത് ട്രീറ്റ് ചെയ്യുക, വളർച്ചയുടെ ഘട്ടത്തിലും പ്രത്യുൽപാദനത്തിൻ്റെ ഘട്ടത്തിലും അതുപോലെ കീടരോഗ നിയന്ത്രണത്തിനും മുഴുവനുള്ള ആദ്യ അവസാനം ഉൽപ്പന്നങ്ങളും അതിനു വേണ്ടി വരുന്ന ഗൈഡൻസും തരാനായിട്ടും സാധിക്കും. ഇത് പ്രയോജനപ്പെടുത്തിയാൽ ഇന്ന് വളരെ ലളിതമായിട്ടും വളരെ റിസ്ക് കുറഞ്ഞും ചെയ്യാവുന്നതും തുടങ്ങാവുന്നതും റിട്ടയറായ ആൾക്കാർക്കും അല്ലെങ്കിൽ വീട്ടമ്മമാർക്ക് പോലും ചെയ്യാവുന്ന തരത്തിലുള്ളൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അത് ഓൾറെഡി ചെയ്ത് വിജയിച്ചിട്ടുള്ള ധാരാളം ആൾക്കാർ, വിജയകരമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ധാരാളം ഇന്ന് കേരളത്തിലുണ്ട്. അതിനെ ശരിയായ രീതിയിൽ നിങ്ങൾ പ്രയോജനപ്പെടുത്തിയാൽ, പ്രത്യേകിച്ച് ഫാർമർ പ്രൊഡ്യൂസർ കമ്പനികൾക്കും ഈ ബയോ ഫാർമസികൾക്കും അതുപോലെയുള്ള ഈ ഓർഗാനിക് ഇൻഡസ്ട്രി നിൽക്കുന്ന എല്ലാ ആൾക്കാർക്കും തന്നെ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അതോടൊപ്പം തന്നെ ഒരു പരിചയമില്ലാത്ത, കൃഷിയായിട്ട് യാതൊരു പരിചയമില്ലാത്ത, യാതൊരു മുൻപരിചയമില്ലാത്ത ആൾക്കാർ ഒക്കെ പോലും ഇതിൻ്റെ അകത്ത് ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി തീർച്ചയായിട്ടും ഉണ്ട്. ചില ആൾക്കാർക്ക് നമുക്ക് സ്വന്തമായിട്ട് സ്ഥലമില്ല എന്ന് പറയുന്ന ചില ആൾക്കാരുണ്ട്. സ്വന്തമായിട്ട് നമുക്ക് സ്ഥലം വേണമെന്നില്ല. ബാക്കിയുള്ള ആൾക്കാർ ഇഷ്ടം പോലെ സ്ഥലം ഉപയോഗിക്കാതെ ധാരാളം കിടപ്പുണ്ട്. പല ആൾക്കാർക്കും അറിയാൻ പാടില്ല, അത്ര ലളിതമായിട്ട് ചെയ്യാമെന്നുള്ളവരെ അറിയാൻ മേല, അല്ല ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാവണമെന്നില്ല. ചെയ്യാൻ നമുക്ക് മനസ്സുണ്ടെങ്കിൽ ഇന്ന് കേരളത്തിൽ ഇഷ്ടംപോലെ ആൾക്കാരുടെ സ്ഥലങ്ങളുണ്ട്. അത് എടുത്ത് കൃഷി ചെയ്യണമെങ്കിൽ കൃഷി ചെയ്യാം. കൃഷി ശാസ്ത്രീയമായിട്ട് കൃഷി ചെയ്യുന്നത് പഠിപ്പിച്ചു തരാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ അതിനുള്ള ടെക്നോളജി പ്രോഡക്റ്റുകൾ തരാൻ പറ്റും. ആ ടെക്നോളജി പ്രോഡക്റ്റ് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കുകയും അവർക്ക് പ്രാദേശികമായിട്ട് കൃഷിക്ക് വേണ്ട എല്ലാ സപ്പോർട്ടുകളും
കൊടുക്കുന്നൊരു സെൻറ്ററായിട്ട് അത് വളർന്നു വന്നാൽ ആ നാടിന് മുഴുവൻ ആൾക്കാർക്കും പ്രയോജനമുള്ളൊരു സെൻറ്ററായിട്ട് മാറും. നാട്ടിൽ മൊത്തം ആൾക്കാരുടെ, കാരണം നമുക്കറിയാം ഇന്ന് രോഗങ്ങളൊക്കെ വളരെ വർദ്ധിച്ചിരിക്കുന്നൊരു സാഹചര്യത്തിൽ ഇന്ന് എല്ലാ നാട്ടിൻപുറങ്ങളിൽ തന്നെ ഡയാലിസിസ് സെൻറ്ററുകളും അല്ലെങ്കിൽ നമ്മുടെ മിക്കവാറും എല്ലാ സ്ഥലങ്ങളിൽ തന്നെ ഇഷ്ടംപോലെ ക്യാൻസർ ട്രീറ്റ്മെൻറ്റൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് ആദ്യം ആഹാരം ശരിയായ രീതിയിലുള്ള ക്വാളിറ്റിയുള്ള ആഹാരം കഴിക്കുക, വെജിറ്റബിൾസും ഫ്രൂട്ട്സും, ബേസിക്കായിട്ടുള്ള വെജിറ്റബിൾസും ഫ്രൂട്ട്സും നല്ല ക്വാളിറ്റിയുള്ള സാധനം ഉപയോഗിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതെന്നുള്ള കാര്യം ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അത് ശരിയായ രീതിയിൽ പ്രാക്ടിക്കലായിട്ട് നമുക്ക് ചെയ്യാനായിട്ട് ഈ ഒരു ഓർഗനൈസേഷൻ്റെ സപ്പോർട്ട് നിങ്ങൾക്ക് തേടാം. ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യേണ്ട നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. വാട്സാപ്പിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്തിട്ടുണ്ട്, തീർച്ചയായിട്ടും നിങ്ങൾക്കുള്ള ഡീറ്റെയിൽസ് അയച്ചു തരുന്നുണ്ടാവും. ഇത് ഒരു വലിയ ഒരു അവസരം ആണ്. ആ അവസരം ശരിയായ രീതിയിൽ പ്രയോജനപ്പെടുത്തിയാൽ കാലാകാലത്തോളം അതിൻ്റെ ബെനിഫിറ്റ് നിങ്ങൾക്ക് മാത്രമല്ല നിങ്ങളുടെ സമൂഹത്തിലേക്കുള്ളൊരു വലിയൊരു സംഭാവനയായിരിക്കും എന്നുള്ള കാര്യത്തിൽ, സമൂഹത്തിനുള്ളൊരു ഏറ്റവും വലിയൊരു സംഭാവനയായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. താങ്ക് യു.